വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ദേവൻ്റെ സ്വർണവും പണവും എല്ലാം കട്ടുകൊണ്ടുപോകുന്ന ഈ കാലത്ത് ഭക്തരായ നമുക്ക് അതിനോട് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും കഴിയുന്ന ഒരു മാർഗം, ഇനിയുള്ള കാലം നമ്മൾ കൊടുക്കുന്ന വഴിപാടുകൾ യഥാവിധി ദേവഹിതങ്ങൾക്കോ ഭക്തജനങ്ങളുടെ ആവശ്യങ്ങൾക്കോ വേണ്ടി, സൗകര്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മൾക്ക് എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കണം. നമ്മൾ കൊടുക്കുന്ന സ്വർണങ്ങളോ ബാക്കി വിലപിടിപ്പുള്ള വസ്തുക്കളോ എല്ലാം ഒഴിവാക്കി ക്ഷേത്രത്തിൽ സാധാരണ ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും കൊടുക്കേണ്ടതായിട്ടുള്ള അന്നദാനം, അത് ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടായിക്കൊണ്ട് അതിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള കാലം ഓരോ ഭക്തജനങ്ങളും ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള ശ്രമമായിരിക്കണം ഇനി. ഒരു കാരണവശാലും ദേവസ്വം ബോർഡുകളെ പൈസയായിട്ട് പോലും ഏൽപ്പിക്കാൻ പാടുള്ളതല്ല. അവിടേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, നമ്മൾ തന്നെ വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളും പുരോഗമിക്കുകയും സാധാരണ ജനങ്ങൾക്ക്, അവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം കിട്ടുകയും മഹാപുണ്യമായി അത് മാറുകയും ഈശ്വരൻ്റെ എല്ലാവിധ കൃപകളും എല്ലാ ഭക്തജനങ്ങൾക്കും കിട്ടുമെന്നും ഓർക്കണം. അത് ഭക്തജനങ്ങളുടെ മാത്രം കടമയാണ്. ഇനിയുള്ള കാലം അതാണ് ഭക്തജനം ഭഗവാന് വേണ്ടി ചെയ്യേണ്ടത്, അവനവന് വേണ്ടി ചെയ്യേണ്ടത്.